ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിഫ്റ്റി ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു, പിന്നെ ലോ പോയിട്ട് റിക്കവറായി 64 പോയിന്റ്സ് പോസിറ്റീവായിട്ട് ക്ലോസ് ആയി. ബാങ്ക് നിഫ്റ്റിയും പോസിറ്റീവാണ്, 622 പോയിന്റ്സ് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി 21,783, സെൻസസ് 167 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് ആയത് SBI, സൺഫാർമ, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കിലാണ്. ഗ്രസീമാണ് ബിഗസ്റ്റ് ഗെയിനർ, M&M ബിഗസ്റ്റ് ലൂസറായി. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക് സെക്ടറും, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മെറ്റൽ സെക്ടറുമാകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിട്ടുണ്ടെന്ന് നോക്കുക. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു സീൽ എൻ്റർടൈൻമെൻറ്റ്. 4th പ്ലേസിൽ ഇന്ന് 5.15% കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് 300 ആയിരിക്കും ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുക. അതുപോലെ വോഡാഫോൺ ഐഡിയയിൽ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു പെന്നി സ്റ്റോക്ക് ആയാലും നല്ല ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ യെസ് ബാങ്ക് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4.67. then OFSS, Oracle Financial Services, 4.04. സൊമാറ്റോ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ SBI നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കുറേ സ്റ്റോക്കിൽ നമ്മൾ പറഞ്ഞതൊക്കെ താഴോട്ടും പോയിട്ടുണ്ട്. ബട്ട് അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കയറാം, പുറത്ത് എക്സിറ്റ് ആവണമെങ്കിൽ, ബട്ട് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇന്നിപ്പോൾ കാരണം അത്രയും ഡൗണിൽ പോയിട്ട് ഇപ്പോൾ റിക്കവർ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. സോ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലേറ്റൻ വ്യൂ അനാലിറ്റിക്സ്. ഈ ഒരു സ്റ്റോക്ക് 500, ഈ സ്റ്റോക്കും ഇന്നിപ്പോൾ ഡൗണിലോട്ട് പോയിട്ടുണ്ട്. ബട്ട് 600 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം 2 weeks to 1 month ആണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിന് പറഞ്ഞിരിക്കുന്ന ടൈം ഫ്രെയിം. സോ വെയിറ്റ് ചെയ്യുക, ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ കോംഫോജ് ഒക്കെ ഒരുവിധം നല്ല പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ബട്ട് എല്ലാം ഒന്ന് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. ദെൻ DBL ഇന്ന് ട്രേഡൊന്നും കിട്ടിയിട്ടില്ല, ബട്ട് സ്റ്റിൽ 4.64 ഉയർന്നിട്ടുണ്ട്. എന്നാലും വലിയ അത്ര മൂവ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് 415 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 500 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ ഭാരത് ഡൈനാമിക്സ് 3.87 ഡൗൺ ആയി നോക്കണ്ട, ഇനിയും ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. 2400 വരെ പോകാൻ സാധ്യതയുണ്ട്. സോ വെയിറ്റ് ചെയ്യുക. ദെൻ പിരാമൽ എൻ്റർപ്രൈസസ് 829. സോ ഈ ഒരു സ്റ്റോക്കും 917 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1100, 1300 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. എന്തായാലും ഈ സ്റ്റോക്കിലൊക്കെ നല്ല ഉയരങ്ങളിലൊക്കെ പോകും. പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് വിത്തിൻ ദ ടൈം ഫ്രെയിമിൽ തന്നെ എത്താൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്ലോലി റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള 70 രൂപയിൽ താഴെയുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾ വിത്തിൻ 3 to 4 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു 27% വരെയൊക്കെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് സെൻട്രൽ ബാങ്ക്. 68 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 89 റുപ്പീസാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 27% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ടെക്നിക്കലായിട്ട് നോക്കിയാൽ ഒരു ഹയർ ലോ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, 66.5 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ടെക്നിക്കലായിട്ട് വാലുവേഷൻ, ഫണ്ടമെൻ്റൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് ആ ഒരു സെക്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതും കൂടി നോക്കുക. സെക്ടറിന് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ,
ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം സെക്കൻഡ് സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. പിന്നെ യെസ് ബാങ്കിന് നേരത്തെ പറഞ്ഞ ടാർഗറ്റ് തന്നെയാണ്. ഇപ്പോൾ 31 റുപ്പീസ് എത്തി. നെക്സ്റ്റ് 35 ആയിരിക്കും ടാർഗറ്റ്. 17% ഉയരാൻ സാധ്യതയുണ്ട്. കിലോ 25 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് ഇടുക. സോ ഈ രണ്ട് സ്റ്റോക്കിൽ 70 രൂപയിൽ താഴെ നല്ല ഒരു ബാങ്കിങ് സ്റ്റോക്കുകളാണ്. ഇതല്ലാതെ 150 റുപ്പീസിന് താഴെ ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ബ്രേക്കൗട്ട് തരാമെന്നുള്ളതിൽ നോക്കാം. അതിൽ ഫസ്റ്റ് ഡെൽറ്റ കോർപ്പ് 141 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 144 155 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 185 റുപ്പീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. 28% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. 133 ഇന്ത്യ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. മിസലേനിയസ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റോക്ക് സാമ്പത്തന മദർസൺ ഇൻ്റർനാഷണൽ. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി 121 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 134 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 3 to 4 വീക്സിനുള്ളിൽ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യും. 12% റിട്ടേൺസ് നമുക്ക് കിട്ടും. സ്റ്റോപ്പ് ലോസ് 114 വയ്ക്കുക. ഇനി ഇതല്ലാതെ ഒരു പെന്നി സ്റ്റോക്ക് കൂടെ പറയാം. റിസ്കി സ്റ്റോക്ക് തന്നെയാണ്, ബട്ട് സ്റ്റിൽ വോഡാഫോൺ ഐഡിയ. ഇപ്പോൾ 15 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 25 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 65% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ബട്ട് ഇറ്റ് ഈസ് എ പെന്നി സ്റ്റോക്ക്, സോ റിസ്ക് കൂടുതലാണ്. അതും കൂടി നിങ്ങൾ നോക്കുക. ഇതിൻ്റെ വാല്യുവേഷൻ കണ്ടിട്ടൊന്നും അല്ല ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, വാല്യുവേഷനൊക്കെ നെഗറ്റീവാണ്. സ്റ്റിൽ ടെക്നിക്കൽ മൂവ്മെൻ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ 40% വരെ ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ്. 926 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1338 വരെ പോകാൻ സാധ്യതയുണ്ട് ടാർഗറ്റ്. 44% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നല്ല ഒരു ക്വാർട്ടർലി റിസൾട്ടൊക്കെ ബെറ്റർ ആവുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇയർ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് കൊള്ളാം. ഓക്കെ, സോ സെയിൽസ് ഗ്രോത്ത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നല്ല റിട്ടേൺസ്, എസ്പെഷ്യലി ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പറിൽ ഈ ഒരു സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് നോക്കാം. അതിൽ ഗ്രസീം ഇൻഡസ്ട്രീസ്. ഓക്കെ, ഒരു ബോക്സ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഡിസംബർ മുതൽ ഈ ഒരു സ്റ്റോക്ക് അപ്പ് ഡൗൺ അങ്ങനെ ഹൈ ലോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇപ്പോൾ നല്ല വോളിയൂമിൽ പോകുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നെക്സ്റ്റ് 2500 വരെ പോകാൻ സാധ്യതയുണ്ട്. 14% വരെ നമുക്ക് ഈ സ്റ്റോക്കിൽ നല്ല റിട്ടേൺസ് പ്രതീക്ഷിക്കാം. 300 പോയിൻറ്റ്സ് ആണ് കൂടാനായിട്ടുള്ള സാധ്യത. ദെൻ സെഞ്ച്വറി പ്ലൈബോർഡ്സ് നെക്സ്റ്റ് സ്റ്റോക്ക്. ഓക്കെ, ഇതൊരു റിവേഴ്സൽ സ്റ്റോക്കാണ്. 733 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 770 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 875 വരെ പോകാൻ സാധിക്കും. 20% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ കിംസ് അല്ലെങ്കിൽ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഈ ഒരു സ്റ്റോക്ക് 2169 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 22% വരാൻ സാധ്യതയുണ്ട്. 2200 ഓക്കെ ടാർഗറ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബന്ധൻ ബാങ്ക്. ഓക്കെ, പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 216 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 230 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 250 വരെ പോകാൻ സാധ്യതയുണ്ട്. 17% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിലാണ് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അതും കൂടി നമുക്ക് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള
ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ടും പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള റൂൾസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അതെല്ലാം കൂടി ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.